ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഇന്ദ്രജ ചെമ്പകമംഗലത്തേക്ക് വന്നിരിക്കുന്നതാണ്. അങ്ങനെ ജയറാമിന്റെ ബോഡിയിൽ കൊണ്ട് റീത്ത് വെച്ചതിന് ശേഷം സന്തോഷത്തോടെ ഇന്ദ്രജ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇന്ദ്രജയെ കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് സാവിത്രി. തുടർന്ന് പബ്ലിക് പ്രോസിക്യൂട്ടറും ലേഡി കോൺസ്റ്റബിളും കൂടി നേരെ ഇന്ദ്രജയുടെ അടുത്തേക്ക് ചെല്ലുന്നു. മേഡം, അധിക നേരം ഇവിടെ നിൽക്കുന്നത് അത്ര നല്ലതല്ലെന്ന് അവർ പറയുമ്പോൾ ഇന്ദ്രജ പറയുകയാണ്, ഇവിടെ എല്ലാവർക്കും എന്താണെങ്കിലും ഇതിനോടകം തന്നെ മനസ്സിലായിട്ടുണ്ടാകും ജയറാമിന്റെ മരണത്തിന് പിന്നിൽ ഞാനാണെന്ന്. പിന്നെ ഞാനിനി ഒളിക്കേണ്ട ഒരു കാര്യവുമില്ല. എന്താണെങ്കിലും കാര്യങ്ങളെല്ലാം ഇത്രയുമായ സ്ഥിതിക്ക് ക്ലൈമാക്സും കൂടെ കാണാതെ ഞാൻ പോകുന്നില്ല. അവന്റെ ചിതയെരിയുന്നത് എനിക്ക് കാണണം, എന്നിട്ട് മാത്രമേ ഞാൻ ഇവിടെ നിന്ന് പോവുകയുള്ളെന്നും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ഇന്ദ്രജ മാറി നിൽക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് വൈശാഖിനെയും മൈഥിലിയുമാണ്. ആ ജയറാമിൻ്റെ അന്ത്യസംസ്കാരത്തിന് നമുക്ക് പോകണ്ടേ എന്ന് മൈഥിലി ചോദിക്കുമ്പോൾ എനിക്കും അയാളെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നെന്നും, പക്ഷേ ഇപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് ചെന്നാൽ നമ്മളായിട്ട് തന്നെ അവരുടെ വായിലേക്ക് കയറി ചെല്ലുന്നത് പോലെ ഉണ്ടാകും. അതുകൊണ്ട് എന്താണെങ്കിലും പോകണ്ടെന്നും വൈശാഖ് പറയുന്നു. പെട്ടെന്ന് വൈഗ കരയാൻ ആരംഭിക്കുകയാണ്. ഈ നാശത്തിനെ ആദ്യം കൊണ്ട് കളയണമെന്ന് വൈശാഖ് ദേഷ്യത്തോട് പറയുമ്പോൾ ഇത് ഉറങ്ങുന്നില്ലല്ലോ നാശമെന്ന് പറഞ്ഞുകൊണ്ട് മൈഥിലി കുഞ്ഞിനെയും കൊണ്ട് അകത്തേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് ചെമ്പകമംഗലമാണ്. അച്ഛൻ വരത്തില്ലേ എന്ന് കാർത്തി സാവിത്രിയോട് ചോദിക്കുമ്പോൾ അച്ഛന് വരാൻ പറ്റിയ സാഹചര്യമല്ലെന്ന് സാവിത്രി പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ചിത കത്തിക്കാനായി ഒരുങ്ങുന്നതാണ്. മീനാക്ഷി ചിതയ്ക്ക് തീ കൊളുത്താൻ ഒരുങ്ങുമ്പോഴേക്കും രാജലക്ഷ്മി അമ്മ മീനാക്ഷി തടയുകയാണ്. എൻ്റെ മകൻ്റെ ചിത കൊളുത്താൻ നിനക്ക് ഒരധികാരവും അവകാശവുമില്ല. എൻ്റെ മകൻ മരിക്കാൻ കാരണം തന്നെ നീയാണെന്നൊക്കെ രാജലക്ഷ്മി അമ്മ പറയുമ്പോൾ എല്ലാവരും ഞെട്ടലോടെ അവരെ നോക്കുന്നു. ചെമ്പകമംഗലത്തിൻ്റെ ഐശ്വര്യമായിരുന്ന ഉടവാള് ഞാൻ നിന്നെയല്ലേ നോക്കാൻ ഏൽപ്പിച്ചത്. നിന്റെ കയ്യിൽ നിന്ന് അത് മോഷണം പോവുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ നീയാണ് എൻ്റെ മകൻ്റെ മരണത്തിന് ഉത്തരവാദി എന്നൊക്കെ രാജലക്ഷ്മി പറയുമ്പോൾ ആകെ തകർന്ന അവസ്ഥയിൽ നിൽക്കുകയാണ് മീനാക്ഷി. പിന്നീട് കാണിക്കുന്നത് മീനാക്ഷി വിഷമത്തോടെ തൻ്റെ മുറിയിലേക്ക് പോകുന്നതാണ്. ഇത് കാണുന്ന ഇന്ദ്രജ മീനാക്ഷിക്ക് പിന്നാലെ ചെന്ന് മീനാക്ഷിയുടെ തോളിൽ കൈവയ്ക്കുകയാണ്. തുടർന്ന് ഇന്ദ്രജ മീനാക്ഷിയെ സമാധാനിപ്പിക്കുന്നു. മോളെ, നിന്റെ അച്ഛൻ ജയരാമൻ ഇവിടെ ഉണ്ടായിരുന്നത് കൊണ്ടല്ലേ നീ ഇവിടെ നിന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെയുള്ള എല്ലാവരും നിന്നോട് സ്നേഹത്തോടെ പെരുമാറിയിരുന്നതും. ഇപ്പോൾ നിനക്ക് നിന്റെ അച്ഛനെയും നഷ്ടമായിരിക്കുകയാണ്. ഇനി പണ്ടത്തെ പോലെ ചെമ്പകമംഗലത്തുള്ളവരുടെ സ്നേഹമൊന്നും നീ എന്താണെങ്കിലും പ്രതീക്ഷിക്കണ്ട. അതുകൊണ്ട് മോളൊരു കാര്യം ചെയ്. മോൾക്ക് സ്വന്തമായിട്ട് ഇവിടെ ഇനി ആരുമില്ലാത്തത് കൊണ്ട് തന്നെ മോള് എൻ്റെ കൂടെ പോരാൻ പറഞ്ഞ് ഇന്ദ്രജ മീനാക്ഷിയുടെ കൈ പിടിക്കുമ്പോൾ അങ്ങോട്ടേക്ക് നന്ദിനി വരികയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമത്തോടെ ഇന്ദ്രജയെ നോക്കുന്ന മീനാക്ഷിയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.